അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. ദൈവത്തിൻ്റെ ദരിദ്രൻ. ഒരു മനുഷ്യന് ക്രിസ്തുവിനെ എന്തുമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്നതിൻ്റെ പര്യായം. സർവ്വതും ഉപേക്ഷിച്ച് ക്രൂശിതനായ ഈശോയെ അനുഗമിച്ച അദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ചത് എണ്ണം പറഞ്ഞ അനേകം വിശുദ്ധരിൽ ഒരാളെന്ന സ്ഥാനം മാത്രമായിരുന്നില്ല, രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടാനുള്ള അവകാശവുമായിരുന്നു. ഈ മഹാവിശുദ്ധൻ്റെ കാൽപ്പാടിൽ ചവിട്ടി ക്രൂശിതനായ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആദ്യ ചവിട്ടുപടിയായി ദൈവം തിരഞ്ഞെടുത്ത പുണ്യഭൂമിയാണ് ഞങ്ങളുടെ സെറാഫിക് സെമിനാരി. എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാ സെമിനാരിൽ പോയെന്ന്. അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ക്രൂശിതനായ യേശു. ഒരാടിനെ നഷ്ടപ്പെട്ടപ്പോൾ 99നെയും വിട്ട് ഒന്നിനെ തേടിപ്പോയ ആ നല്ല ഇടയൻ. എന്നും അവനോടുകൂടെ ആയിരിക്കാനും അവൻ്റെ സ്നേഹത്തെ അറിയാനും അവൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനും വേണ്ടി തുടങ്ങിയ ഒരു യാത്രയാണ് ഞങ്ങളുടെ ഈ ജീവിതം. ഈ സന്യാസ ജീവിതത്തിലൂടെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ ഈ ഫ്രാൻസിസ്കൻ ചൈതന്യം ഞങ്ങളെ സഹായിക്കുന്നു. ഏതോ മഴയിൽ നനവോടെ നാം അന്നു കണ്ടു, തീരാ മൊഴിയിൽ മൗനങ്ങളൊന്നായലിഞ്ഞു. ഈറൻ കാറ്റിൽ മെല്ലെ മായും മഞ്ഞിൻ്റെ ഉള്ളിൽ, ഈറൻ കാറ്റിൽ പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുച്ചിറകറിയാതെ ഒന്നാകുന്നേ, പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ, ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ. രാവുകൾ പോയതും നാം അറിഞ്ഞതില്ല. ആത്മാവിൻ ആകാശത്തിനാരോ വർണ്ണങ്ങൾ തൂവി, ആശപ്പൊൻ താരങ്ങൾ അങ്ങിങ്ങായി നീലക്കൺ ചിമ്മി. മണ്ണിൽ മാമ്പൂവിൽ തെന്നൽ മീട്ടുന്ന വാഴ്വിൻ സംഗീതം, വെയിൽ തൂമഞ്ഞിൻ മെല്ലെ പുൽകുമ്പോൾ മാറിപ്പൂവില്ല. എങ്ങും ഉല്ലാസം എങ്ങും ആനന്ദം, കാലം നീട്ടുന്നേ
സന്തോഷത്തിനാരോ വർണ്ണങ്ങൾ തൂവി ആശ പൊൻതാരങ്ങളും നീലക്കൻ ഈ ജീവിതം മഴകല്ലയോ, ഈ ജീവിതം പ്രിയമല്ലയോ, ഈ നാളിലെ മുറിവൊന്നിതാ ഇടറി വീഴാനിടയാകാതെ ഫ്രാൻസിസിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ക്രൂശിതനെ അനുഗമിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റുന്ന സെറാഫിക് സെമിനാരിയിലെ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് സ്നേഹത്തിൽ പൊതിഞ്ഞ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു.